കോറോ ഹെൽത്തിന് പിന്നാലെ കൂട്ടപ്പിരിച്ചുവിടലുമായി കൊച്ചിയിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽഡ്രോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡും 300ഓളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ഘട്ടം ഘട്ടമായാണ് ജീവനക്കാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. AI മൂലം കമ്പനി പ്രവർത്തനം ചുരുക്കുന്നതെന്നും ജീവനക്കാരെ പിരിച്ചുവിടുന്നതെന്നുമാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. വിഷ്ണു വിനോദ് ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, ഏതായാലും AI പ്രവർത്തനം അല്ലെങ്കിൽ AI മൂലമാണ് ഈ ഒരു കമ്പനി ഇത്തരത്തിലൊരു പിരിച്ചുവിടലിലേക്ക് നീങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഏതായാലും ഇപ്പോൾ കോറോ ഹെൽത്തിലെ ജീവനക്കാരുടെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കൊച്ചിയിൽ മറ്റൊരു സ്ഥാപനം കൂടി ഇത്തരത്തിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കോറോ ഹെൽത്ത് സ്ഥാപനത്തിന് പുറമെ ഇപ്പോൾ നിലവിൽ കൊച്ചിയിൽ തന്നെ മറ്റ് ഒരു സ്ഥാപനമായിട്ടുള്ള ടാൽഡ്രോപ്പ് എന്ന സ്ഥാപനത്തിൽ നിന്നും 300ഓളം വരുന്ന ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ AI അധിഷ്ഠിതമായ സംവിധാനത്തിലൂടെ സ്ഥാപനം മുൻപോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ 300ഓളം വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. ഘട്ടം ഘട്ടമായിട്ടാണ് നിലവിൽ ഈ 300ഓളം വരുന്ന തൊഴിലാളികളെ ഇപ്പോൾ പിരിച്ചുവിടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ യുഗത്തിൽ അതായത് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന AI യുഗത്തിൽ തങ്ങളുടെ എക്കോസിസ്റ്റം കമ്പനിക്ക് കാര്യക്ഷമമായി വളരാൻ യോഗ്യമുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടപ്പിരിച്ചുവിടൽ നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 300ഓളം ജീവനക്കാരാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ജീവനക്കാരാകെ ആശങ്കയിലാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവരാണെങ്കിലും ഈ പറയുന്നത് പോലെ കൂട്ടപ്പിരിച്ചുവിടേണ്ട ഭാഗമായ ഒരു പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണെന്ന ആ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ ജീവനക്കാരടക്കം മുൻപോട്ട് പോകുന്നത്. കമ്പനിയുടെ ഭാഗത്തു നിന്നും അവർക്ക് 2 മാസത്തെ ശമ്പളം അടക്കം കൊടുത്താണ് അവരെ പിരിച്ചുവിടുന്നതടക്കമുള്ള വാദങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം ടാൽഡ്രോപ്പ് വിവിധങ്ങളായിട്ടുള്ള കമ്പനികൾ ഏകദേശം 19ഓളം ഏജൻസികളായി പ്രവർത്തിച്ചുള്ള വിവിധങ്ങളായി പ്രവർത്തിക്കുന്ന ജീവനക്കാരെയാണ് ഇപ്പോൾ നിലവിൽ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 300ഓളം വരുന്ന ജീവനക്കാരെയാണ് ഇപ്പോൾ നിലവിൽ പിരിച്ചുവിടലുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കോറോ ഹെൽത്തിൽ ഇതേപോലെ പിരിച്ചുവിടലുണ്ടായതിൻ്റെ ഭാഗമായി മന്ത്രിതലത്തിലുള്ള ചർച്ചകൾ പരാജയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സമാനമായിട്ട് ഇപ്പോൾ നിലവിൽ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന യുവാക്കളുടെ തൊഴിൽ ഇപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ ഇതേപോലെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവർ ആകെ പ്രതിസന്ധിയിലാണ്, ആ ജീവനക്കാരാകെ ആശങ്കയിലാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ തങ്ങളുടെ ജോലി നേടിയെടുക്കണമെന്ന ആവശ്യവുമായി പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ജീവനക്കാർ. ശരി, എന്തായാലും കോറോ ഹെൽത്തിന് പിന്നാലെ ഇപ്പോൾ കൊച്ചിയിൽ മറ്റൊരു സ്ഥാപനം കൂടി ഇത്തരത്തിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ടാൽഡ്രോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ് 300ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ഘട്ടം ഘട്ടമായാണ് ജീവനക്കാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ഇതിന് കാരണമായി പറയുന്നത് AI മൂലം കമ്പനിയുടെ പ്രവർത്തനം ചുരുക്കുകയാണ് എന്നതാണ് ജീവനക്കാരെ അറിയിച്ചിരിക്കുന്നത്. വിഷ്ണു വിനോദാണ് വിവരങ്ങൾ നൽകിയത്.